മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പൊക്കെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ എത്തി നിൽക്കുന്ന സമയത്ത് BJPയിലേക്കുള്ള ഒരു ഒഴുക്ക് വലിയ തോതിൽ കാണുന്നു. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇപ്പോൾ BJPയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിന്റെ UDFന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തൃശ്ശൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. വിശദമായി പറയുകയാണെങ്കിൽ തൃശ്ശൂർ ചേർപ്പിലെ കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് UDF നേതാവിനെ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഇപ്പോൾ BJPയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും വലിയൊരു മാറ്റമാണ്, വലിയൊരു അട്ടിമറിയാണ് തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു പദവിയിൽ ഒരു വ്യക്തി ഇപ്പോൾ UDFൽ നിന്നും രാജിവെച്ചുകൊണ്ട്, UDF നേതാവായ വ്യക്തി ഇപ്പോൾ UDF വേണ്ട എന്ന് വെച്ചുകൊണ്ട് BJPയിലേക്ക് ചേർന്നിരിക്കുന്നു. അതും മറ്റെവിടെയുമല്ല, തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത്, തൃശ്ശൂർ BJPക്ക് അത്രത്തോളം സ്വാധീനമുള്ള സ്ഥലത്ത്, അത്രത്തോളം BJP സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്ത്, സുരേഷ് ഗോപിയെ പോലൊരു MP ഉള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും. UDFൽ നിന്നും വളരെ വലിയ തോതിലുള്ള കൊഴിഞ്ഞു പോക്കലുകൾ ഇപ്പോൾ തൃശ്ശൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇപ്പോൾ BJPയിൽ UDF വിട്ടുകൊണ്ട് ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു മുമ്പായിട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി തങ്ങളുടെ പാർട്ടിയിൽ നിന്നും വിട്ടുകൊണ്ട് ഇപ്പോൾ BJPയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല. അത് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യം 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്. ഇത് ഏത് തരത്തിൽ UDFനെ ബാധിക്കും? വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും UDFനെ എല്ലാ അർത്ഥത്തിലും ഒന്നുമല്ലാതാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? അവിടെ BJP വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കാനായിട്ട് സാധിക്കുമോ? വോട്ടുകളൊക്കെ തന്നെ ഏത് തരത്തിൽ മറിയും? നിലവിൽ ഇത് തീർച്ചയായിട്ടും LDFനും UDFനും തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. BJP ഇത്തവണ നേട്ടമുണ്ടാക്കുമോ തൃശ്ശൂർ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പ്രധാനപ്പെട്ട പലരും, പല നേതാക്കളും, പല സ്ഥാനത്തിരിക്കുന്നവർ പോലും ഇപ്പോൾ പാർട്ടി വിട്ടുകൊണ്ട് BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് അത് ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. വരുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് കണ്ടറിയേണ്ടത്, തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും.